ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയ പുരാവസ്തു സംഘത്തിലെ ഡി മണിയെ ചോദ്യം ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘമാണ് ഡി മണിയെ ചെന്നൈയിൽ വെച്ച് ചോദ്യം ചെയ്തത്. ഇന്നും ചോദ്യം ചെയ്യൽ തുടർന്നേക്കും. കസ്റ്റഡിയിലെടുക്കലടക്കമുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നേക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഡി മണിയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും SIT സംഘം ഒരു പ്രത്യേക ഘട്ടത്തിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിലെ പ്രധാന കണ്ണികളിലേക്ക് അന്വേഷണം നീളുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? രോഹിണി, പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഡി മണിയെ ചോദ്യം ചെയ്തിരുന്നു. ഇന്നും ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഡി മണിയിൽ നിന്നും ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ശബരിമലയിൽ നിന്നും കടത്തിയതെന്നടക്കമുള്ള വിവരങ്ങൾ, അതിൽ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഡി മണി കടത്തിയിരുന്നു. കൂടാതെ മറ്റ് എന്തൊക്കെ കേസുകൾ അല്ലെങ്കിൽ എന്തൊക്കെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആണ് ഡി മണിയുടെ പങ്ക് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ചോദിച്ചറിയേണ്ടത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, അതോടൊപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഇടപാടുകൾ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഡി മണിയുടെ ഇതിലെ പ്രധാന പങ്ക് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഡി മണി എന്ന പേരിൽ, ചുരുക്കപ്പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഡയമണ്ട് മണി എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഡി മണി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ ഡി മണിയെ ചോദ്യം ചെയ്തു വരികയാണ് അന്വേഷണ സംഘം. ചെന്നൈയിലായിരുന്നു കഴിഞ്ഞ ദിവസവും. ഇന്നും ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യും. കേസിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇനി ഇത് ശേഖരിക്കേണ്ടിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാണ്. കാരണം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ പേർ ഇതിലേക്ക് ചേർന്ന് വരുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ ഇതിൽ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പുരാവസ്തു കള്ളക്കടത്ത് സംഘം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു. ആ സംശയത്തിലേക്കൊക്കെ ചെന്ന് എത്തിക്കുന്ന തരത്തിൽ, അതായത് ഹൈക്കോടതി അടക്കം ഈ സംശയം ചോദിച്ചിരുന്നു. എന്തായാലും ആ സംശയങ്ങളിലേക്കൊക്കെ സാധൂകരിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളും അതോടൊപ്പം തന്നെ അറസ്റ്റിലാകുന്നവരും അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുചേരുന്നവരും അടക്കമുള്ളവർ അവരുടെ വിവരങ്ങൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഡി മണി കൂടി ഇതിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഡി മണി തമിഴ്നാട്ടിലെ ഡിണ്ടിക്കൽ സ്വദേശിയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇനിയുള്ള ചോദ്യം ചെയ്യൽ നിർണായകമായിരിക്കും. അതിലേക്കാണ് ഈ പ്രത്യേക അന്വേഷണ സംഘവും കടക്കുന്നത്, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതും അതോടൊപ്പം തന്നെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആയിട്ടുള്ള ബന്ധം, അതോടൊപ്പം തന്നെ ഈ സ്മാർട്ട് ക്രിയേഷനുമായിട്ടുള്ള ബന്ധം, എന്തൊക്കെ ബന്ധമുണ്ട്, എങ്ങനെയാണ് ഡി മണി ഈ കേസിലേക്ക് എത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, കാണാതായ തൊണ്ടി മുതൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ ശില്പങ്ങളുടെ പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട് അതിൽ തൊണ്ടി മുതൽ കിട്ടാറുണ്ട്. അത് എവിടെ, ആർക്ക് വിറ്റു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ടുള്ള ഈ അന്വേഷണത്തിൻ്റെയൊക്കെ ഏറ്റവും ഒരു അവസാന ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിച്ചുകൊണ്ട് അന്വേഷണത്തിലേക്ക് കടക്കുന്ന ഒരു സമയത്തിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഡി മണി കൂടി ഈ സ്വർണ്ണക്കൊള്ളയുമായി എത്തിയിരിക്കുന്നു. അതായത് ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ അത് കടത്തിയതുമായി ബന്ധപ്പെട്ട് പുരാവസ്തു സംഘത്തിൽപ്പെട്ട ആളാണ് ഡി മണി എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ ഡിണ്ടിക്കൽ അത് തന്നെയാണ് അതിന്റെ പ്രസക്തി, പ്രശാന്ത്. കാരണം വലിയ രീതിയിൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി ഏത് രീതിയിലാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഡി മണി ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങളിലേക്ക് എത്തിയേ മതിയാകുകയുള്ളൂ. അന്താരാഷ്ട്ര ബന്ധം, ആന്റിക് വാല്യൂ അനുസരിച്ച് കോടികളുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇതൊക്കെ വെളിയിൽ വരണമെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തുടങ്ങി അതിന് സ്വർണ്ണ കവർച്ച നടത്താൻ സഹായിച്ചവർ, അതിനുശേഷം ഇത് സ്വർണം കടത്തിയവർ അല്ലെങ്കിൽ ഇത് വിറ്റവർ, ഇതിലോട്ടൊക്കെ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കണ്ണികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തേണ്ടതിൻ്റെ പ്രസക്തിയും ആവശ്യകതയും ഏറെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത് SITയുടെ അന്വേഷണം മന്ദഗതിയിലാണ് എന്നുള്ളതാണ്. ഓരോ കണ്ണികളിലേക്കും പ്രതികളിലേക്കും എത്തിയാലും ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമാണ് അവരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് എത്തുന്നത്. പിന്നീട് ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യം, വീണ്ടും വിളിക്കുന്ന ഒരു സാഹചര്യം, ഇങ്ങനെ മന്ദഗതിയിൽ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു കാഴ്ച കൂടി SITയുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങളെ നമുക്ക് എങ്ങനെ കാണാം?
രോഹിണി, വിമർശനങ്ങൾ മാത്രമല്ല അതിലൊരു യാഥാർത്ഥ്യമുണ്ടെന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായി ഈ സ്വർണ്ണക്കൊള്ളയിലെ അറസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റോട് കൂടിയാണ് ഈ കൊള്ളയിലെ അറസ്റ്റ് നടപടികളൊക്കെ തുടങ്ങുന്നത്. എന്നാൽ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം അതിലൊരു മെല്ലപ്പോക്ക് നമുക്ക് കാണാൻ കഴിയും. ഓരോ തവണയായാലും ശരി, പലർക്കും നോട്ടീസ് അയക്കുന്നതും വിളിച്ചു വരുത്തുന്നതും ചോദ്യം ചെയ്യുന്നതായാലും ശരി, അറസ്റ്റ് രേഖപ്പെടുത്തുന്നതായാലും ശരി, ഇതിലൊക്കെ അന്വേഷണ സംഘത്തിൻ്റെ ഒരു മെല്ലപ്പോക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ദേവസ്വം ബോർഡിലെ തന്നെ അംഗങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഇരിക്കെ അവരെ വിളിച്ചു വരുത്തുന്നതിനോ ചോദ്യം ചെയ്യുന്നതിനോ അന്വേഷണ സംഘം എടുക്കുന്ന കാലാവധി, സമയം, അത് വളരെ വിമർശനങ്ങൾക്ക് കോടതിയടക്കം വിമർശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് പത്മകുമാറിൻ്റെ ആയാലും ശരി, അതായത് പത്മകുമാറിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് അംഗങ്ങളെ എല്ലാവരുടെയും വാസുവിൻ്റെ ആയാലും ശരി, അങ്ങനെയുള്ളവരുടെ എല്ലാം അറസ്റ്റ് പോലും അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് പോലും ഒട്ടേറെ സമയങ്ങൾക്ക് ശേഷമാണ് വിളിപ്പിച്ചത്. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ആ മുൻ ബോർഡ് മെമ്പറായിട്ടുള്ളവരെ അതായത് ശങ്കർദാസ് അടക്കമുള്ളവരുടെ, വിജയകുമാർ അടക്കമുള്ളവരെ, അവരെ പോലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ ഇതുവരെ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. നേരത്തെ തന്നെ ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെല്ലാം സർക്കാരിൻ്റെ ഇടപെടൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലം കഴിയുന്നവരെ അന്വേഷണത്തിൽ മുന്നോട്ട് പോകുന്നതിൽ കുറച്ച് മെല്ലപ്പൊക്കെ വേണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഏകദേശം അതെല്ലാം സാധൂകരിക്കുന്ന നിലയിൽ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ മെല്ലപ്പൊക്കെ എന്ന് വേണം പറയാൻ. ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ സ്വർണ്ണക്കടത്തിൽ അട്ടിമറി സാധ്യതകൾ ഉണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതും കുറ്റം പറയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാം, സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായിരിക്കുന്നവരെല്ലാം CPM-ന്റെ ബന്ധമുള്ളവരും മുൻ MLA ആയിട്ടുള്ളവരും CPM ബന്ധമുള്ളവരൊക്കെ തന്നെയാണ്. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ, അന്വേഷണം കഴിഞ്ഞു പോകുമ്പോൾ, തുടർന്ന് ഈ മുൻ ദേവസ്വം മന്ത്രി തീർച്ചയായും പ്രശാന്ത്, അത്തരത്തിൽ തന്നെയാണ്. എന്തായാലും SIT അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇതിൽ ആരൊക്കെയാണ് പങ്കാളികൾ എന്നുള്ളതിൽ ഒരു വ്യക്തത വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ പെട്ടെന്ന് തിരികെ എത്താം.